എല്ലാവർക്കും നമസ്കാരം. കഴിഞ്ഞ ഒരു 1.5 മാസമായിട്ട് കേരള ജനത്തിൻ്റെ നികുതിപ്പണം എടുത്ത് പരസ്യം കൊടുത്ത തുകയുടെ വലിപ്പം എന്ന് പറയാം 22,700 ലക്ഷം രൂപ എന്ന് പറഞ്ഞാൽ 227 കോടി രൂപ. 22,700 ലക്ഷം. സംസ്ഥാനത്തിന് ഭയങ്കര സാമ്പത്തിക ബാധ്യതയാണെന്നാണ് പറയുന്നത്. കരാറുകാരുടെ പൈസ കൊടുക്കാനില്ല, ആനുകൂല്യങ്ങളൊന്നും കൊടുക്കാനില്ല. ആ ആശാ വർക്കർമാർ തിരുവനന്തപുരത്ത് പോയി കിടന്ന് തല തല്ലി കീറി 100 രൂപ വെച്ചതാ, 100 രൂപയും കൂടെ കൂട്ടിത്താ. നമ്മുടെ എല്ലാ സഹോദരിമാർ അവർ മാസങ്ങളോളം പോയി തല തല്ലി കീറുക, ഒരു 100 രൂപയുടെ കൂട്ടിത്താ. കൊടുക്കാനില്ല. നികുതി പണം എടുത്ത് പരസ്യം ചെയ്തതാണ് 22,700 ലക്ഷം രൂപ. ഇവന്മാരെ വിടാമോ? ഇനി ഇതിൻ്റെ കണക്ക് ഡീറ്റെയിൽ ആയിട്ട് പറയാം. പത്രങ്ങൾക്ക് ഫുൾ പേജ് ജാക്കറ്റ് പരസ്യങ്ങൾ കൊടുത്തതാ 12 കോടി രൂപ. വളരെ അത്യാവശ്യമുള്ള കാര്യമല്ലായിരുന്നു നാട്ടുകാരുടെ നികുതി പണം എടുത്ത്. 57 പത്രങ്ങൾക്ക് 17 കോളം പരസ്യം 1.5 കോടി രൂപ. 17 പത്രങ്ങൾക്ക് ഫുൾ പേജ് ജാക്കറ്റ് പരസ്യങ്ങൾ 12 കോടി രൂപ. ഔട്ട് ഡോർ പബ്ലിസിറ്റി 14.5 കോടി രൂപ. ഡോക്യുമെൻ്ററി നിർമ്മാണം 5 കോടി രൂപ. പരസ്യത്തിന് വേണ്ടിയുള്ള സർക്കാർ സർവറുകളുടെ അറ്റകുറ്റപ്പണി 2.5 കോടി രൂപ. പിണറായി വിജയൻ്റെ മുഖം വെച്ചുള്ള 600 കൂറ്റൻ ഹോൾഡിങ്സ്, അതിന് 10 കോടി രൂപ. ശ്രദ്ധിച്ചായിരുന്നോ? കേരളത്തിൽ ഇപ്പോൾ എതിലെ പോയാലും ഒരു 1/2 ഏക്കർ സ്ഥലത്തിൻ്റെ വീതിയിൽ ഒരു തെങ്ങിൻ്റെ പൊക്കത്തിൽ ഈ മരമോന്ത കൊണ്ട് വെച്ചിരിക്കുക. അതിനാണ് ഈ 10 കോടി. ഇവനെ വിടാവോ? വോട്ടർമാരോട് ചോദിക്കുക, ഇവനെ വിടാവോ? ഇവനെ വിടരുത്. ഇനി കേൾക്കണം, 2,500 KSRTC ബസ്സിലും 1000 ദീർഘദൂര ബസ്സിലും വിജയൻ്റെ മോന്ത പതിപ്പിച്ചതിന് 2.5 കോടി രൂപ. ഇലക്ഷൻ കമ്മീഷൻ അത് പറിച്ചു കളയുന്നതിനും വേറെ ചിലവുണ്ട്. അത് കഴിഞ്ഞ് KSRTCക്ക് പെയിന്റ് അടിക്കുന്നതിനും വേറെ ചിലവുണ്ട്. ഇവനെ വിടാവോ? കേരളത്തിലെ 10 വലിയ മാളുകളിൽ ഡിജിറ്റൽ ഡിസ്പ്ലേ വെച്ച് ഈ മരമോന്ത കാണിച്ചതിന് 30 ലക്ഷം. വേറെ ആരുണ്ട്? ഏറനാട് പരശുറാം ട്രെയിനുകളിൽ പരസ്യം വെച്ചതിന് 10 ലക്ഷം. ട്രെയിനെ പോകുന്നവരെ വിടുകയില്ല. മെട്രോ പില്ലറുകളിൽ 75 ബോക്സ് പരസ്യം 35 ലക്ഷം. 5 ട്രെയിനുകളുടെ ബോഗിക്കകത്ത് റാപ്പി പരസ്യം 60 ലക്ഷം. 16 റെയിൽവേ സ്റ്റേഷനുകളിൽ 102 LED ഡിസ്പ്ലേ ഇട്ട് ഈ മരമോന്ത കാണിച്ചതിന് 8 കോടി. ബസ് സ്റ്റേഷനുകളിൽ ജിങ്കിൾ പരസ്യം 24 ബസ് സ്റ്റേഷനുകളിൽ 2 ലക്ഷം. 23 റെയിൽവേ സ്റ്റേഷനുകളിൽ 53 ജിങ്കിൾ പരസ്യം 53 ലക്ഷം രൂപ. പരസ്യ നിർമ്മാണം 5.5 കോടി രൂപ. സോഷ്യൽ മീഡിയ പ്രചാരണത്തിന് ഒരു ജില്ലയ്ക്ക് 73 ലക്ഷം രൂപ വെച്ച് 14 ജില്ലയ്ക്ക് 10 കോടി 22 ലക്ഷം രൂപ. സോഷ്യൽ മീഡിയ പ്രചാരണം അതിനുള്ള മെറ്റീരിയൽസ് 2 കോടി രൂപ. ചാനൽ യൂട്യൂബ് പരസ്യങ്ങൾക്ക് 37 കോടി രൂപ. റീൽസ് നിർമ്മാണം 3 കോടി രൂപ. ഡ്രോണുകൾ 2 കോടി രൂപ. മോഹൻലാലിൻ്റെ ഇൻ്റർവ്യൂവിന് അയാൾക്ക് കൊടുത്തതെന്ന് പറയുന്ന ചെലവ് 11.5 ലക്ഷം രൂപ. ഇനി അയാൾക്ക് ഒരു ദിവസം എത്ര കോടി ഉണ്ടെന്നുള്ളത് നമുക്കറിയാൻ മേല. അതിനി സർക്കാരിൻ്റെ കണക്കുകളും കാര്യങ്ങളും എല്ലാം വന്നു കഴിഞ്ഞാൽ അറിയാൻ പറ്റുള്ളൂ. ആ ഫയൽ വർക്കുകളൊക്കെ നടക്കുന്നതിനിടയ്ക്കാണ് ഈ ഇലക്ഷൻ കമ്മീഷൻ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചത്. അതുകൊണ്ട് ഇനി അത് കൊടുക്കാൻ പറ്റിയല്ല. ഇനി കണക്ക് വരുമ്പോൾ അറിയാം എത്രയാകുമെന്ന്. അങ്ങനെ എല്ലാം കൂടെ ഉള്ള തുക എത്രയാണെന്നറിയാവോ? 227 കോടി രൂപ. 227 കോടി എന്ന് പറഞ്ഞാൽ ഇപ്പോൾ കേരളത്തിൽ കോടിക്കൊരു വിലയില്ലാത്തത് കൊണ്ട് അത് ലക്ഷത്തിൽ പറയുകയാണെങ്കിൽ 22,700 ലക്ഷം രൂപ ഇവനും ഇവൻ്റെ അണികളൂടെ തിന്നത് നാട്ടുകാരൻ്റെ നികുതിപ്പണം. ഇത് കേരളത്തിൽ ഉടനീളം ഇത് പ്രചരിപ്പിക്കാൻ വേണ്ടി കൊടുത്തതുണ്ടല്ലോ. ഇഷ്ടക്കാരുടെ അക്കൗണ്ടിലേക്ക് അങ്ങോട്ട് കൊടുക്കുക. ഇതിനൊരു സൊസൈറ്റിയുണ്ട്, ഇഷ്ടം പോലെ അങ്ങ് കൊണ്ടുപോയി. 1000 കോടി രൂപയുടെ ആസ്തിയുള്ള CPM എന്ന് പറയുന്ന പ്രസ്ഥാനത്തിൻ്റെ മുതലാളിയാണ് ഈ പിണറായി വിജയൻ. അയാൾ അതിനകത്തുനിന്ന് പൈസ എടുത്തില്ല, നമ്മുടെ പൈസ എടുത്തു. നമ്മളെപ്പോലെ ഓരോരുത്തരെ നികുതിപ്പണം എടുത്തു. ഇനി 100 രൂപയ്ക്ക് വേണ്ടി കിടന്ന് നിലവിളിച്ച നമ്മുടെ സഹോദരിമാർ, ആശാവർക്കർമാർ,
എൻ്റെ 25,000 താഴെ ആളുകളേ ഉള്ളൂ. അവർ മാസങ്ങളോളം കിടന്ന് നിലവിളിച്ചിട്ട് അതിനെക്കുറിച്ച് ഒരക്ഷരം പ്രതികരിക്കാതെ നിന്ന കണ്ണിച്ചോരയില്ലാത്ത ദുഷ്ടൻ. ഇയാള് 22,700 ലക്ഷം രൂപ എടുത്ത് പരസ്യം ചെയ്തിരിക്കുന്നു. ഞാൻ മലയാളി ഓരോ വോട്ടർമാരോട് പറയട്ടെ, ഇയാളെ വീണ്ടും ജയിപ്പിച്ചു വിട്ടാൽ നിങ്ങൾ വെറും മാംസപിണ്ഡങ്ങളാണ്, തലച്ചോറില്ലാത്ത വെറും മാംസപിണ്ഡങ്ങളാണ്. ഞാൻ പറയുന്നു, ഞാൻ ആഗ്രഹിക്കുന്നു, ഇനി വരുന്ന ഗവൺമെൻറ് ഒരു നേരുന്നെറിയുള്ള ഗവൺമെൻറ് വരാനിടയാകണം. ഈ കാര്യങ്ങൾ അന്വേഷിക്കണം, ഈ ദിവൻ്റെ കയ്യിൽ നിന്ന് പിടിക്കണം. നമ്മുടെ പണമായത്. ഈ പണം പിടിക്കുന്നില്ലെങ്കിൽ, വീണ്ടും ഇയാളെ അധികാരത്തിൽ കൊണ്ടുവരുന്നെങ്കിൽ ഓരോ മലയാളിയോടും പറയട്ടെ, നിങ്ങൾ വെറും മാംസപിണ്ഡമാണ്. നിങ്ങളുടെ തലച്ചോറിൻ്റെ സ്ഥാനത്ത് വെറും മാംസകഷ്ണം അവിടെ ഒന്നുമില്ലെന്നുള്ളത് അർത്ഥം. അങ്ങനെയാണെങ്കിൽ കൃത്യമായിട്ട് ഈ കണക്ക് ഒരിക്കൽ കൂടെ ഓർത്ത് ഇയാളെ വിടരുത്, ഇയാളെ വിടരുത്. 22,700 ലക്ഷം രൂപ ഇവിടുത്തെ പൊതുജനത്തിൻ്റെ പണമെടുത്ത്, ഇവിടെ അറിയാമോ, ഇവിടെ ഉന്നത വിദ്യാഭ്യാസമുള്ള കുഞ്ഞുങ്ങൾ ഇവിടെ ജോലിയില്ലാതെ അലയുക. അവരിവിടുന്ന് വിദേശ രാജ്യങ്ങളിലും വിദേശ സംസ്ഥാനങ്ങളിലും പോയി കിടന്ന് അലയുക. ഉന്നത വിദ്യാഭ്യാസമുള്ള കുഞ്ഞുങ്ങൾ അനേകർ മാസം 15,000 രൂപയ്ക്കും 14,000 രൂപയ്ക്കും ഒക്കെ ബാംഗ്ലൂരും ഹൈദരാബാദിലും പോയി കിടന്ന് പണിയെടുക്കുമ്പം ഇവന്മാരിവിടെ ആർമാദിച്ചതാണ് 22,700 ലക്ഷം രൂപ. ഇവനെ വിടരുത്, ഇവന്മാരെ വിടരുത്. ഒന്ന് ആലോചിച്ച് നോക്കിക്കേ, നമ്മുടെ നാട്ടിൽ ഓരോ മനുഷ്യൻ കിടന്ന് അനുഭവിക്കുന്ന കഷ്ടത എന്താന്ന്, ഓരോ കൃഷിക്കാരൻ കിടന്ന് അനുഭവിക്കുന്ന കഷ്ടത എന്താന്ന്, ഇതൊന്നും അറിയാതെ ഈ ജനത്തിനെ കൊള്ളയടിച്ചും പിടിച്ചു പറിച്ചും കൊണ്ടുപോയ വലിയ തുക. ഒരിക്കൽ കൂടെ ചേർത്ത് പറയട്ടെ, നമ്മുടെ ചെറുപ്പക്കാർ ലോകം മുഴുവൻ അലയുമ്പോൾ 1,80,000 പിൻവാതിൽ നിയമനങ്ങൾ നടത്തിയിട്ടും പിന്നെയും എടുത്ത് ചെലവ് ചെയ്തിരിക്കുക 22,700 ലക്ഷം രൂപ. ഇവനെയും ഈ കാട്ടുകൊള്ളക്കാരെയും വിടരുത്. കേരളത്തിലെ ഓരോ വോട്ടർമാരോട് പറയട്ടെ, വിടരുത്. അടുത്ത ഗവൺമെൻറ് വരുമ്പോൾ ഈ 22,700 ലക്ഷം രൂപ തിരിച്ചു പിടിക്കുന്നില്ലെങ്കിൽ കേരളത്തിലെ മുഴുവൻ മാംസപിണ്ഡങ്ങളെയും ഓർത്ത് സഹതപിക്കുകയല്ലാതെ എന്ത് ചെയ്യും? ഒരിക്കൽ കൂടെ ഓർത്തോളുക, 227 കോടി രൂപ, 22,700 ലക്ഷം രൂപ എൻ്റെയും നിങ്ങളുടെയും നികുതിപ്പണം കട്ടവന്മാരെ വിടരുത് എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് നിർത്തട്ടെ. നന്ദി, നമസ്കാരം.